നിങ്ങളുടെ കയ്യിൽ ചെമ്മീൻ ഉണ്ടെങ്കിൽ ഈ ഒരു മസാല തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബിരിയാണി മസാല ആയിട്ട് യൂസ് ചെയ്യുക, അതുപോലെ പുട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു മസാല ഉണ്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അതിലേക്ക് കുറച്ച് നെയ്യ്, കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ് അത്ര ഇട്ട് കൊടുത്തതിന് ശേഷം സവാള ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി, ഇഞ്ചി, എരിവിനാവശ്യത്തിന് അത്രയും പച്ചമുളക്, കാരണം നമ്മൾ മുളക് പൊടി ഇടുന്നില്ല, അത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എല്ലാത്തിൻ്റെ കളർ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും അത് 4 ടേബിൾ സ്പൂണോളം ബിരിയാണി മസാലയും ചേർത്തിട്ടുണ്ട്. വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. അതിൻ്റെ പച്ചമണം മാറുന്നതൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയ ശേഷം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ചെറിയ ചെമ്മീനും കൂടി ഇട്ടിട്ട് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ടും ചെമ്മീൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ നല്ല കട്ടി തൈര്, പുളിയില്ലാത്ത തൈരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടിച്ച് കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതും കൂടി ഒന്ന് കുക്ക് ആയി കഴിഞ്ഞ ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് നിങ്ങൾക്ക് ബിരിയാണി മസാല ആയിട്ടും അല്ലെങ്കിൽ പുട്ട് മസാല ആയിട്ടും